മാർത്തോമ നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരണമേ ഇന്ന്. ഗുണമുടയ അറിവുള്ളോരും അപ്പനോട് അമ്മാവൻ ചിരകത്തിൽ വന്നു പുകഴ്ന്നേ പരദേശി നാമൂറും അവരെ കെട്ടി അവരെ എല്ലാവർക്കും എന്തോ ഇഷ്ടമാണ്. അവനെ മുക്കാണ് ഇച്ചതാണെന്ന് വിചാരിച്ചല്ലോ. നന്നായി വരണമേ ഇന്ന് ഉത്തമനായ മിശിഹാ തിരുവുള്ളം തിരുവാന വാഴുവതെല്ലാം നിനക്ക് വിത്തായിരട്ടിപ്പതെല്ലാം നിനക്ക് മണവാളിനും മണവാട്ടിയും കച്ച കേട്ടെ അമ്മാച്ചൻ ചോദിച്ചത് കേട്ടില്ലാന്നേ വീടും ധനിക്കും കച്ച കേട്ടെ കേട്ടല്ലോ കേട്ട മാണിക്യം പങ്കു നിരത്തിലെ പച്ചവൈദൂരം പവിഴം നിരത്തിലെ വൈലങ്ങളും ഏറെ നല്ല പങ്കുതര പട്ടുതര മന്ദിരി കുങ്കുമത്തെ മണവാളൻ പൽവരവും കാണാൻ കേളിയൊരു മേനിമേൽ കേളിയോ നിപ്പം
മോളെ കുങ്കുമത്തിൽ മണവാളൻ ഏറിയൊരു ഏറിയൊരു Congratulations and jubilations. I want the world to know I'm happy as Henry. Had it been invented, but that was in the bad old days. Countdown. Okay, countdown. Okay, countdown. Okay. 23, 22, 21, 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. കനിയുണ്ട് 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 കാട്ടിൽ കനിയുണ്ട് 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 കാട്ടിൽ ആ കനി തിന്നെറിഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ ആ കനി തിന്നെറിഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ ആ കുരു വളർന്നൊരു മരമുണ്ട കാട്ടിൽ ആ കുരു വളർന്നൊരു മരമുണ്ട കാട്ടിൽ ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ ആ മരം വെട്ടമെന്നൊരു പരദേശി കപ്പിത്താൻ ആ മരം വേണമെന്നൊരു പരദേശി കപ്പിത്താൻ ആ മരം വെട്ടമെന്നൊരു പരദേശി കപ്പിത്താൻ എറിഞ്ഞപ്പോൾ ആ മരം ഞടുങ്ങി ആ രണ്ടു മഴു എറിഞ്ഞപ്പോൾ ആ മരം കുടുങ്ങി രണ്ടു മഴു എറിഞ്ഞപ്പോൾ ആ മരം കുടുങ്ങി മൂന്നു മഴു എറിഞ്ഞപ്പോൾ ആ മരം വീണു മൂന്നു മഴു എറിഞ്ഞപ്പോൾ ആ മരം വീണു നാലു മഴു എറിഞ്ഞപ്പോൾ ആ മരം വീണു നാലു മഴു എറിഞ്ഞപ്പോൾ ആ സാവും രണ്ടാമൻ യാക്കോബും ഒന്നാമേശാവും രണ്ടാമൻ യാക്കോബും തകിട തകതിമി തകിട തകതിമി തകിട തകതിമി തുലിതാളം തകിട തകതിമി തകിട തകതിമി തകിട തകതി സോദരരെ വന്നിടുവിൻ കൊച്ചുപറമ്പിൽ വന്നിടുവിൻ ഒത്തുചേർന്ന് ആശംസക ഞങ്ങൾ പാടിടാം തകതീതോ ബിജുവിന്റെ പ്രേമിയുടെ സിൽവർ ഓക്കെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനു സ്തുതി യാചിക്കാം. ഈവനിങ് ടു യോർ. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും വളരെയേറെ കഷ്ടപ്പെട്ട്
ഇവിടെ എത്തിയ നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മുടെ എല്ലാവരെയും നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇതിലൂടെ എത്തിച്ചേർന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതാണ്. അതുപോലുള്ള വഴിയായിരിക്കും. കാരണം പലർക്കും ബ്ലോക്കും ബഹളവും ഒക്കെ ആയാലും നമ്മൾ അതാണ് പ്രതീക്ഷിച്ചത്. നമ്മുടെ ഏറ്റവും അടുത്തവരും സ്നേഹിതരുമായിട്ടുള്ള, എനിക്കറിയാം ഇങ്ങനെയുള്ളവർ എന്നെക്കൊന്നല്ല ഇവിടെ എത്തുമെന്ന്. അതുകൊണ്ടാണ് ഈ ഒരു നല്ല മുഹൂർത്തത്തിന് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന് ആദ്യമായി ഞാൻ നിങ്ങളെ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ പ്രത്യേകമായിട്ട് 25 വർഷക്കാലം ഞങ്ങളിവിടെ ജീവിച്ചു. അതിനുള്ള ഒരു ചെറിയൊരു നന്ദിയെങ്കിലും പറഞ്ഞില്ല എങ്കിൽ അത് ഒരു തെറ്റായി പോകും എന്നുള്ളതാണ് ഉറച്ചൊരു വിശ്വാസമാണ്. 25 വർഷത്തിൽ ഉപരി 50 വർഷം കഴിഞ്ഞവരിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കാർന്നവന്മാരായിട്ടുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. 50-ന് മേളിലുള്ളവരും ഉണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. എങ്കിൽ പോലും 25 വർഷം ഞങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആയിട്ട് ദൈവത്തിന് നന്ദി പറയുന്നത് ഈ വർഷം വരേക്കും ഞങ്ങളുടെ ചാച്ചനെയും അമ്മയെയും അപ്പായിയെയും അമ്മച്ചിയെയും അവരുടെ ആയുസ്സും ആരോഗ്യവും നൽകി അവരെ ഞങ്ങളോടുകൂടി ആയിരിക്കുവാനുള്ള കൃപ നൽകിയതിനെ ഓർത്താണ്. അതാണ് ഞാൻ ഞങ്ങളുടെ വിവാഹ വാർഷികത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് കരുതുന്നത്. കാരണം മറ്റൊന്നുമല്ല, മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല, നമ്മളറിയാതെ തന്നെ നമ്മളെ വഴി നടത്തുവാനായിട്ട് അതിന് ഒത്തിരി കൃപകളുണ്ട്. അത് അവരായിരിക്കുന്ന അവസരത്തിൽ ഏത് സ്ഥലത്തായിരുന്നാലും അവരേത് പ്രായത്തിലായിരുന്നാലും മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് അത്രയ്ക്കും ഇതാണ്. അതുകൊണ്ട് അവരുടെ ആ ഒരു സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ മൂലമാണ് ഞങ്ങൾ ഇന്ന് ഈ 25 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് എന്ന് ഞാൻ പറയുന്നു. പ്രത്യേകമായി ചാച്ചനും അമ്മയെയും ചാച്ചൻ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട വ്യക്തിയാണ്, അമ്മയും ഒത്തിരിയേറെ കഷ്ടപ്പെട്ട വ്യക്തിയാണ്. എന്നാലും അവരുടെ കഷ്ടപ്പാടിൻ്റെ അധ്വാന ഫലത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഈ ഞങ്ങളുടെ ഏത് ചെറിയ ചെറിയ കാര്യങ്ങളിലും അവരാണ് ഉത്തരമായി നിന്നത്. അപ്പം വളരെയേറെ സ്നേഹത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി അവർ ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് ഒരു ചെറിയ ഒരു പൊന്നാടി അണിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വിളിക്കാം. ഏറ്റവും പ്രിയപ്പെട്ട അപ്പായി അമ്മച്ചിയാണ്. അപ്പായി അമ്മച്ചിയെ പറ്റി പറയുമ്പോൾ 2 വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങള് ഇത്രയും കാണുന്നുണ്ട്. ഇത്രയും കാലം ഞങ്ങൾ മാർച്ച് 6-ാം തീയതി ആയിരുന്നു പിന്നെ നമ്മൾ നീട്ടിക്കൊണ്ട് പോയത്. അവർക്കൂടെ ഇവിടെ ഈ ഒരു വലിയ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയായിരുന്നു. അവർക്ക് എന്നാ ദൈവാനുഗ്രഹം എന്താണെന്ന് അറിയത്തില്ല, നമുക്കിത് അന്ന് വരാൻ സാധിച്ചില്ല ഇന്ന്. എന്നിരുന്നാലും അപ്പായി അമ്മച്ചിയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളൊരു പൊന്നാടി അണിയിക്കാനായിരുന്നു. അപ്പായി അമ്മച്ചി ഇല്ല. എന്നിരുന്നാൽ പോലും അപ്പായി അമ്മച്ചിയെ പറ്റി 2 വാക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന 2 പേരാണ് അവർ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ എൻ്റെ ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ഥലം ഞങ്ങളുടെ അല്ലായിരുന്നു.
എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഈ സ്ഥലം വാങ്ങിച്ചതും ഈ വീട് വെച്ചതും ഒക്കെ. അപ്പോൾ ഈ സ്ഥലം വാങ്ങി ഞങ്ങൾ വീടൊക്കെ വെച്ചതിന് ശേഷം ഇവിടുത്തെ എല്ലാവരാണ്. അതിലുപരി ഞാൻ അമ്മച്ചിയെ പറ്റി പറയുന്നത്, ഇന്ന് മനുഷ്യർക്ക് പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഇപ്പൊ 25 വർഷം വരേക്കും പറയുവാണെങ്കിൽ ഒരു പൊടി വർഗ്ഗങ്ങളും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. കാരണം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനെ കാപ്പിപ്പൊടി, സർവ്വ സാധനങ്ങളും അമ്മച്ചി ആ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി കൊണ്ടുവരുവാണ്. ഇതാണ് അമ്മച്ചിയുടെ കടമ പോലെ. ഒരു പ്രാവശ്യം ഞങ്ങളുടെ എന്തോ സാധനം തീർന്നപ്പോൾ പിള്ളേർ ചോദിക്കാമായിരുന്നു, അമ്മച്ചി വന്നില്ലേ, അമ്മച്ചി സ്റ്റോറൊന്നും കണ്ടില്ലേ. അതായിരുന്നു അമ്മച്ചി. കാരണം എനിക്കറിയത്തില്ല ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം അത്രയ്ക്കും വളരെ ഒരു ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി. നമുക്ക് എല്ലാവരെയും പറ്റി അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എനിക്കറിയത്തില്ല ഇതുപോലൊക്കെ ഈ 10-25 വർഷം ഇപ്പോൾ ഞാൻ നോക്കിയാൽ ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് നോക്കിയാൽ വറുത്തരച്ച സാധനം ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. എല്ലാം അതിന് അമ്മച്ചി എല്ലും കപ്പ ഉണ്ടാക്കാനുള്ള അതിപ്പോഴും ഇരിക്കുക. സോ അതൊക്കെ ഒരു ഡെഡിക്കേഷനാണ്. അതുപോലെ അപ്പായിയും അതുപോലാണ്. അമ്മ റനി പറയാറുണ്ട്, അപ്പായി എൻ്റെ പേർക്ക് നടന്ന് എൻ്റെ ചെരുപ്പ് ഒത്തിരി ധ്യാനമാണ്. ഞാൻ അതുകൊണ്ട് റനിയോട് പറഞ്ഞു, എടി നിന്റെ സർനെയിം നീ മാറ്റണ്ട, നിന്റെ അപ്പൻ്റെ പേര് തന്നെ ഇരുന്നോട്ടെ. സോ സ്റ്റിൽ ഹി ഈസ് ഹോൾഡിംഗ് ദ സെയിം നെയിം, റിനിമോൾ ജേക്കബ് എന്ന് തന്നെയാണ്. ബിക്കോസ് ഷീ ഈസ് സോ അറ്റാച്ച്ഡ് ടു ഹിസ് ഫാദർ. സോ അപ്പായുടെ പേരിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ടും പോകുന്നത്. അതുകൊണ്ട് അവരുടെ 2 പേർക്കും പ്രത്യേകമായി ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അപ്പായി കാണുന്നുണ്ടോ ഇത്? ഓക്കെ. അടുത്തതായി മറ്റാരുമല്ല എനിക്ക് പറയാനുള്ളത്, എൻ്റെ നട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പില്ലറായി നിൽക്കുന്ന ഞങ്ങളുടെ 2 പേരുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും സായിയായി നിൽക്കുന്ന ഞങ്ങളുടെ വലിയേട്ടായും ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരേക്കും ഞങ്ങളിവിടെ ഒന്ന് ഉറക്ക തുമ്മിയ ചേച്ചിയും കൊച്ചുവനും ചോദിക്കും, എടാ എന്നാ പറ്റി, എടാ അവിടെ എന്നാടാ പ്രശ്നം എന്ന്. ഞാൻ ആ ഒരു കാര്യത്തിൽ, കാരണം എൻ്റെ ഏത് ഡിസിഷൻ ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുമ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഫൈനൽ ഒരു തീരുമാനം കൊച്ചുവൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൊച്ചുവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വലിയേട്ടായി പറഞ്ഞാൽ എനിക്കതൊരു തീരുമാനമാണ്. പിന്നെ ഐ ഹാവ് കോൺഫിഡൻസ്. I don't have any other time with anybody else. I don't get that much of confidence in my life. So when എനിക്കൊരു സ്ട്രഗിൾ എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഏതൊരു നിമിഷവും ഞാൻ ഓൾവേസ് ഐ അപ്രോച്ച്ഡ് ഹിം ആൻഡ് ഹി ഈസ് ദ റൈറ്റ് പേഴ്സൺ ടു ഗൈഡ് us. അത് മാത്രമല്ല, വലിയേട്ടായെ പറ്റിയും ചേച്ചിയും പറയുവാണെങ്കിൽ, ഞങ്ങളുടെ കൊച്ചുപറമ്പി കുടുംബത്തിൻ്റെ തന്നെ ഏറ്റവും താങ്ങും തണലും വളരെയേറെ ആത്മീയമായിട്ടും കൊച്ചുവൻ ചെറുപ്രായം മുതൽ ഞങ്ങളുടെ അപ്പൻ്റെ സ്ഥാനങ്ങൾ തന്നെ ഓരോ രീതിയിലും ഞങ്ങളുടെ കല്യാണം മുതൽ ഈസ് ദ വൺ പേഴ്സൺ ടു ഓർഗനൈസ് എവറിത്തിങ് ടുവേർഡ്സ്. അങ്ങനെയായിരുന്നു വലിയേട്ടായി. ഇപ്പം ഞങ്ങൾക്ക് ഈ 25 വർഷക്കാലം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അതിനകത്ത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പാർട്ടിസിപ്പൻ്റായ ആളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വലിയേട്ടായും ചേച്ചിയാണ്. മറ്റൊന്നുമല്ല, ഈ വീടിന് ഞങ്ങൾ സ്ഥലം വാങ്ങി ഈ വീട് ഇപ്പം വെച്ചു. ഞാൻ വന്നത് താമസത്തിന് മാത്രമാണ്. കാരണം ചേട്ടായാണ് ഇതെല്ലാം ചെയ്തത്. അന്ന് അവൻ്റെ ഉത്തരവാദിത്വത്തിൽ അത് വളരെ ഭംഗിയോടുകൂടി, ഞങ്ങളങ്ങനെ വലിയ കണക്കും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് അവൻ തന്നെ നോക്കി ആ എല്ലാ കാര്യങ്ങളും. അതുപോലെ അതാണ് ഞങ്ങളുടെ വലിയേട്ടായും ചേച്ചിയാണെങ്കിലും, ചേച്ചിയെ പറ്റി പറഞ്ഞാൽ ചേച്ചി ഒത്തിരി ഏറെ എൻ്റെ കല്യാണ സമയം മുതൽ കല്യാണത്തിന് മുന്നേ ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെയേറെ ഉത്തരവാദിത്വത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങളെ കരുതലോടുകൂടിയാണ് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും. ചേച്ചി വളരെ സ്ട്രിക്റ്റായിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളത് ഒബേ ചെയ്യും. അതുകൊണ്ട് ചേച്ചിയുടെ ചില കാര്യങ്ങളിലും ഞങ്ങൾക്ക് എല്ലാം ദൈവം ഇന്ന് വരേക്കും ഞങ്ങൾക്ക് അവരുടെ പരിഗണന മൂലം ഞങ്ങൾക്ക് ഒത്തിരി നന്മകൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായി ചേച്ചിയെയും
കൊച്ചുമോനെയും ഫ്രണ്ടിലേക്ക് വിളിക്കുന്ന ഒരു ചെറിയ ഒരു ഫ്ലവർ തരുന്നതിനായിട്ട്. പിന്നെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ അപ്പാപ്പിയും കൊച്ചമ്മയാണ്. അപ്പാപ്പി ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിലില്ല. കൊച്ചമ്മയോടെ ഉണ്ടായിരുന്നു. കൊച്ചമ്മ ഇപ്പം ഇറ്റലിയിലേക്ക് പോയി. എന്നിരുന്നാലും എനിക്കൊരു രണ്ടാനമ്മയെ പോലെയാണ് ഞങ്ങളുടെ കൊച്ചമ്മ. കാരണം ഞങ്ങൾ രണ്ട് വീടും തൊട്ടടുത്താണ്. കാരണം എന്നാണെന്നറിയത്തില്ല, ഇവർ തമ്മിലുള്ള ഒരു അച്ഛൻ്റെ അപ്പാപ്പിയുടെ ഒരു സ്നേഹമാണ് ഞങ്ങളെ ഈ ഒരു രീതിയിൽ ഞങ്ങളെ വളർത്തിയത്. അതിൽ കൊച്ചമ്മയ്ക്ക് ഒരു നല്ല കീ റോളുണ്ട്. എനിക്ക് എന്താ പറയാന്നറിയത്തില്ല, കൊച്ചമ്മ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും അതിഥികൾ വരുമോ, എന്തൊക്കെ ഫാമിലി ഡിസിഷൻ പെട്ടെന്ന് ഓടി വന്ന് അമ്മയുടെ കൂട്ടത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന കൊച്ചമ്മയാണ്. ആ കൊച്ചമ്മേനെയും അപ്പാപ്പിയാണ് എന്നെ ആദ്യമായിട്ട് പിന്നെ സ്വന്തമായി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചത്. സത്യം ഞങ്ങൾ പയർ കൃഷിയൊക്കെ ചെയ്തപ്പോൾ അപ്പാപ്പിയാണ് എന്നെ കൂടുതലായിട്ട് കൊണ്ടുപോവുക എടുക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അപ്പാപ്പിനെ ഒരിക്കലും മറക്കത്തില്ല ഞാൻ. അതുപോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വീട് തൊട്ടടുത്തായിരുന്നുകൊണ്ട് അപ്പാപ്പിയും കൊച്ചമ്മയും എല്ലാത്തിനും ഓടി ഓടി വരും. ആ ഒരു സ്നേഹമാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും തമ്മിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ജോജിയും ജോഷിയും തമ്മിൽ എല്ലാം ആ ഒരു സ്നേഹബന്ധമാണ്. ഞങ്ങളുടെ കൊച്ചുപറമ്പിൽ കുടുംബത്തിലെ ജോജിയും ജോഷിയെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചിന്തിക്കുന്നെന്ന് അവർക്ക് അതിനുള്ളിൽ പെട്ടെന്ന് മനസ്സിലാകും. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ജോജി ആണെങ്കിലും ഈ ഓർഗനൈസേഷൻ എല്ലാ പരിപാടികളും അവന് വളരെയേറെ കഷ്ടപ്പെട്ട് നിന്നു. അവനും അവൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടി വളരെ ചേട്ടായി എന്നാ ചെയ്യേണ്ടത് ചേട്ടായി, ഞാനും അവനും തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പം ഞങ്ങളാണ് ഇവിടെ വട്ടം കറങ്ങുകയും എടുക്കുകയും ഞങ്ങളുടെ കുസൃതി പരിപാടികളെല്ലാം ഒന്നിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ജോജിയെയും ഞാൻ പിന്നെ ഇപ്പം ഇവിടെ ആരുമില്ല, അതുകൊണ്ട് ജോജീനെ ഫാമിലി പിള്ളേരുണ്ടെങ്കിൽ അല്ലെ ജോജിനെ ഇതിലേക്ക് ഒരു വിൻസി ഇവിടെ ഇല്ല, വിൻസിയും അങ്ങ് ആണ്. പിന്നെ ജയമോളും അങ്ങാണ്. ജോഷി പിന്നെ ഞങ്ങളുടെ ഇളയ അനിയനാണ്. അപ്പം അവർക്ക് വേണ്ടി ഞാൻ ജോജിയെ ഞങ്ങളുടെ ഒരു ഫ്ലവർ തന്നു സ്നേഹാദരവ് പങ്കുവയ്ക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വിളിക്കുകയാണ്. കാരണം അവൻ്റെ ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇത് ഞങ്ങൾക്ക് ഉള്ളിലുള്ള ഒരു ബെൽറ്റാണ്. ഞങ്ങളൊരു പാൻറ്റിട്ടാൽ അതിൻ്റെ ഒരു ബെൽറ്റ് എന്നുള്ളൊരു രീതിയിലാണ് ജോജി നിൽക്കുന്നത്. കാരണം ഒരിക്കലും അത് ലൂസാകാൻ അവനും അനുവദിക്കുകയല്ല. അതാണ് അവൻ്റെ ക്യാരക്ടർ. ജോജി അവന് മോർ ഇൻ ടു ദാറ്റ് അവനൊരു 30 വർഷം നമ്മുടെ രാജ്യസേവനം ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ്. നല്ല ഒരു സോൾജിയർ ആയിരുന്നു അവന്. ഞാനും ജോജി എവിടെയോട്ടാണ് പിന്നെ മൈസൂർക്ക് വണ്ടി കയറിയപ്പോൾ ഞാൻ മദ്രാസിന് കാറ്ററിംഗ് കോളേജിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ആയിരുന്നു ഞങ്ങൾ തമ്മിൽ. പിന്നെ അവൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇത് കഴിഞ്ഞ് വന്ന് അങ്ങനെയായിരുന്നു ഞങ്ങൾ. പിന്നെ 30 കൊല്ലം അങ്ങനെയൊക്കെ ഒന്ന് പോയി. സോ ജോജിനെ ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുന്നു. പിന്നെ ഇതിലെല്ലാം ഉപരി എൻ്റെ സ്വന്തം പെങ്ങള് മിനിയും അളിയനുമാണ്. മിനിയെ പറ്റി പറയുകയാണെങ്കിൽ മിനി ഈ പിള്ളേരുടെ എല്ലാ കാര്യത്തിലും ഭയങ്കര ഉത്സാഹൃതരാണ്. അവള് എന്ത് കാര്യം വേണമെന്ന് നേരിട്ട് മനസ്സിലാക്കും. പിള്ളേർ തന്നെ ചോദിച്ച് എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യും. പിള്ളേർക്ക് വേണ്ട അവൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളാണ് നേരത്തെ പറന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വരും. അളിയൻ ഷാജി അലിനെ പറ്റി പറയുവാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അളിയൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അളിയന് വേറെ വലിയ ദേഷ്യ സ്വഭാവങ്ങളോ ഒന്നുമില്ല. വളരെ ഏറെ ഞങ്ങളോട് ചേർന്ന് ഞങ്ങളുടെ ഈ കുടുംബത്തിൽ ഏത് ആവശ്യത്തിലും
ഞങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയ ഷാജി അലിയൻ, ഷാജി അലിയനോട് ഉണ്ട്. അലിയനെ പ്രത്യേകമായി ഞാൻ രണ്ടാമത് അലിയൻ്റെ ലിസ്റ്റിലായിരുന്നു എഴുതി വെച്ചിരുന്നത്, എന്നാലും പ്രത്യേകം പ്രാർത്ഥന ചെയ്യുന്നു. താങ്ക് യു. പിന്നെ പ്രത്യേകമായി പറയേണ്ടത് ഞങ്ങളുടെ അളിയൻ്റെ ആണ്, മറ്റപ്പള്ളിയിലെ നമ്മുടെ റോയി ജേക്കബ് മറ്റപ്പള്ളി. അളിയൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് തോമസ് കുട്ടിയുടെ തോമസ് കുട്ടിയുടെ കൊച്ചിൻ്റെ മാമോദിസ ഞങ്ങളുടെ വിവാഹ വാർഷികം കേട്ട മാത്രമേ അളിയൻ ടിക്കറ്റ് അവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അളിയൻ പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. അപ്പം അളിയൻ അതിന് വേണ്ടി പ്രത്യേകമായിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുക്കുകയും ഈ ഒരു കാര്യം അത്ര ഇൻട്രസ്റ്റോടുകൂടി ഞാൻ ഇപ്പം കല്യാണം കഴിക്കാത്ത കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കെട്ടുന്നതിന് മുന്നേ അവിടെ ഒരു അളിയനുണ്ടോ എന്ന് ആദ്യമേ നോക്കിയിട്ട് വേണം കല്യാണം കഴിക്കാൻ. സോ ഇറ്റ്സ് ഗിവ് എ സ്ട്രോങ് സപ്പോർട്ട്. നമ്മുടെ ഏത് പ്രയാസത്തിലും ബുദ്ധിമുട്ടുകളിലും നെടുന്തൂണായി നിൽക്കാനും നട്ടെല്ലോടുകൂടി നമുക്കൊരു അഭിപ്രായം ചോദിക്കാനും ഒക്കെ ഏറ്റവും കരുതലും സ്നേഹമായിട്ട് നിൽക്കുന്ന വ്യക്തിത്വം ആണ് അളിയന്മാർ. അതിൽ എല്ലാവരും ഉണ്ടോ എന്നറിയത്തില്ല, പക്ഷേ റോയ് ചേട്ടായെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഏത് കാര്യത്തിലും ഇന്ന് ഞാൻ ഇപ്പം പോരുന്നതിന് മുന്നേ അളിയ ഒരു ഷാമ്പയിൻ ചുമ്മാ എന്ന് പറഞ്ഞോളൂ, എനിക്ക് ഷാമ്പയിൻ ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ ആ ഒരു ഫീൽഡ് വർക്ക് അളിയാൻ വലിയ മാഗ്നം ബോട്ടിൽ തന്നെ ഹോട്ടലിൽ എടുത്തുകൊണ്ട് വന്നു. സോ ഇറ്റ്സ് ബീൻ സോ പ്ലഷർ ടു ഹാവ് ദാറ്റ്. അങ്ങനെ ഒരു നമ്മുടെ ഒരു പൾസ് അറിയുന്ന ഒരു അളിയൻ, അതും ഏറ്റവും നല്ല ഒരു ഷാമ്പയിൻ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ദിവസത്തിൽ കൊണ്ടുവരാനും അളിയൻ്റെ ഒരു സ്ട്രെയിൻ എടുക്കാനും എല്ലാം ചെയ്യാനുള്ള കൃപ നൽകിയതിന് ഓർത്തും അളിയന് പ്രത്യേകമായി നന്ദി. അതുപോലെ തന്നെ നിഷാമി അവിടെ ഉണ്ട്, നിഷാമയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. നമുക്ക് അതിനുവേണ്ടി അളിയനെ പ്രത്യേകമായിട്ട് ഒരു ചെറിയൊരു പ്രാർത്ഥന. പിന്നെ എനിക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി ഇപ്പം ഞങ്ങളുടെ മറ്റപ്പെട്ട കുടുംബത്തിൽ ഒത്തിരി പേരുണ്ട്. റാണി ചേച്ചിയുണ്ട്, കൊച്ചുമോൾ ഇപ്പം അതിന് വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. അതിലൊക്കെ ഉപരി ഞാൻ ഏറ്റവും ക്ലോസ്റ്റായിട്ട് നിൽക്കുന്നത് നമ്മുടെ ആളാണ്, നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടനും ശ്രീരാമയും അവരുടെ പിള്ളേർ. കാരണം ഇത് ഞങ്ങളുടെ ഒരു എന്താണെന്നറിയത്തില്ല, ഒരു കെമിസ്ട്രി ഭയങ്കരമാണ് അവരുമായിട്ട്. ഞങ്ങൾ അതുമല്ല, ഞാൻ ക്രൂസ് ഷിപ്പിലായിരുന്നപ്പോഴും ഒത്തിരി നാള് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, കാണാൻ. പക്ഷെ അത് കടലില്ല അവിടെ, അതുകൊണ്ട് ഞാൻ ഷിപ്പ് ഒരിക്കലും പോകത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമായിരുന്നു ആ സ്ഥലത്തൊന്ന് പോകണമെന്ന്. പക്ഷെ അതിനുവേണ്ടി അന്ന് വളരെയേറെ എഫേർട്ട് എടുത്ത് ഞങ്ങൾക്കൊരു 27 ദിവസത്തോളം ഞങ്ങളെ എല്ലാവരെയും അവിടെ സ്വിറ്റ്സർലൻഡ് മുഴുവൻ കറക്കി കാണിക്കുകയും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒന്നും അറിഞ്ഞില്ല. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടന്ന കുഞ്ഞുമോൻ ചേട്ടനും ശ്രീനാമയ്ക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. അവരെ ഹാർദവമായി ഞങ്ങൾ ഒരു ചെറിയ പവർ തരാനായിട്ട് സ്വീകരിക്കുന്നത്.
എൻ്റെ കൂട്ടുകാരനെ ഞങ്ങൾ ഒന്നിച്ച് ഇപ്പോൾ വർക്ക് ചെയ്ത ബിജു ഉണ്ട്, പിന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പിന്നെ ഇനിയും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ബെൻഫറിന്ന് ആദ്യമായിട്ട് അവർക്ക് ലൈവ് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ ഏറ്റവും നല്ലൊരു ഫംഗ്ഷൻ ഞങ്ങൾ നടത്തിയായിരുന്നു. അവർ രണ്ടുപേരും അവിടെ ആണ്. അപ്പോൾ അവനിപ്പം തിരക്കിലാണ്, അവരുടെ പല കാര്യങ്ങളായിട്ട് അവർ പോകുന്നു. ഞങ്ങളുടെ ഡാൻസ് വരുമ്പോൾ ഞങ്ങൾ മിസ് ചെയ്യുന്ന ഒരാളാണ് ബെൻഫർ. കാരണം അളിയൻ പറഞ്ഞു ബെൻഫർ ഉണ്ടായിരുന്നു ഇത് ഭയങ്കര ഒത്തിരി ഡാൻസാണ് അവൻ്റെ. ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ ഈ കുടുംബത്തിലെ മൂത്ത പയ്യനാണ് അവനെ ഞങ്ങളെ വളരെയേറെ സ്നേഹിക്കുന്ന ഇതാണ്. അവനെ ആദ്യമായിട്ട് അവിടെ ഇപ്പം അവരുടെ സിസറിൽ നിൽക്കുന്നു. അവർക്ക് പ്രത്യേകമായി ഞങ്ങൾ ഓർക്കുന്നു. പിന്നെ ഞങ്ങളുടെ അയൽവക്കംകാരൻ മോൻ ഇവിടെ വന്നിട്ടുണ്ട്. ക്യാമ്പടത്തിൻ്റെ തൊട്ട് ഇപ്പുറയാണ്. തൊട്ട് ഞങ്ങളുടെ പുറയിലുള്ള സന്നിച്ചായനും ഫാമിലിയും ഉണ്ടായിരുന്നു. അങ്ങനെ അതെ. പിന്നെ ഞാനേറെ ഇഷ്ടപ്പെടുന്ന വിദേശങ്ങളെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാട്ടുകാരിവിടെ ഒത്തിരി പേരുണ്ട്. കാരണം പ്രത്യേകിച്ച് ബിറ്റോ വന്നിട്ട് പോയി. ബിറ്റോ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ബിറ്റോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പം പെട്ടെന്ന് ഞങ്ങൾ ഓടി ഫസ്റ്റ് പേര് വിളിക്കുന്നതാണ് ബിറ്റോ എന്ന് പറഞ്ഞാൽ. ബിറ്റോയ്ക്കാണ് ഇവിടെ കോട്ടയം ടൗണിൽ ഏറ്റവും കൂടുതൽ കണക്ഷനും ഏറ്റവും കൂടുതലുള്ള എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് വന്നാൽ ഉടനെ വിളിക്കുന്നതാണ്. പിന്നെ കാരണം ഇവരെല്ലാം ഞങ്ങൾ നാട്ടിലുണ്ട്. കാരണം ഏത് ഫംഗ്ഷനും ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുന്നത്. പിന്നെ തോമസ് കുട്ടി ഉണ്ട്. തോമസ് കുട്ടി പോയോന്നറിയത്തില്ല. ഇവിടെ എല്ലാവരും ഉണ്ട്. അവർ ഞങ്ങളെല്ലാവരുമായിട്ട് ഒന്നിച്ചു കൂടും. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇനിയിപ്പം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടല്ലോ. പിന്നെ ഞങ്ങളുടെ ലോസായിരുന്ന ഞങ്ങളുടെ ബിനിയാമാണ്. ഞങ്ങളുടെ ബിനിയാം കൂട്ടനാണ്. ബിനിയാം കൂട്ടൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം ഇന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഏറ്റവും ഞങ്ങൾ മിസ്സായ രണ്ട് വ്യക്തിത്വങ്ങൾ. അവനെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ഇനി ആ കൂടി ഒരു നന്ദി പറയണമെന്ന് അറിയത്തില്ല. ഈ റോളിൽ നിൽക്കുന്ന ഒരാളാണ്. 25 വർഷക്കാലം എന്നെ സഹിച്ച് ജീവിച്ച എൻ്റെ പ്രിയ ഭാര്യ. ഭാര്യയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പാട്ട് പാടായിരുന്നു. എൻ്റെ ഓഡിയൻസ് നല്ലതല്ല. അപ്പോൾ മഴ ആയതുകൊണ്ട് ഞാനത് മാറ്റി. ഞാനൊരു പാട്ടൊക്കെ അങ്ങനെ കപ്പിൾസ് എല്ലാം വരേണ്ടി വരും. ആണോ? ഒരു പെണ്ണുങ്ങൾ കപ്പിൾസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ മുഖവാദത്തിൽ വേണം പാടാം. ഒരു ഡാൻസ് വേണം കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കെട്ടിയോളുമായിട്ട് നിന്നാൽ ഓക്കെ ഒരു പാട്ട് പാടാം. ഇല്ല എങ്കിൽ ഞാൻ ആ പരിപാടി വിടും. Anybody interested? Dancing with your own wife? Okay. സിമിമോൻ വന്നിട്ടുണ്ട്. ജോളി സിമിമോൻ ഡാൻസിങ് വന്നിട്ടുണ്ട്. കുഞ്ഞാൻ ചേട്ടാ വാ. കുഞ്ഞാൻ ചേട്ടാ വാ. വാ ചേച്ചനെ ചേച്ചി വിളിച്ചോ. അതെ ജോജി അവളെ വിളിച്ചോ. അല്ലല്ല മൂമെന്റ് ജസ്റ്റ് എ മൂമെന്റ്. ബിജു വാടാ. ശരി സ്നേഹം വിറക്കുന്ന പൂതികളാകുന്നു ഭാര്യ.
പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിന ദുഃഖങ്ങളാകുന്നു ഭാര്യ. സ്മിതങ്ങളീറും മനസ്സിനെ സ്മിതങ്ങളീറും മനസ്സിനെ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരത്തുന്നിയ ദുഃഖങ്ങളാ. ഞാൻ പറയാനുള്ളതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട വിജയൻ പറഞ്ഞു കഴിഞ്ഞു. മാർച്ച് 6-ാം തീയതി 1999 മാർച്ച് 6-ാം തീയതി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസമാണല്ലോ. അത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമുള്ള ദിവസമായിട്ട് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പള്ളിയുടെ മധ്യസ്ഥൻ യോസേഫ് പിതാവായിരുന്നു. അപ്പോൾ യോസേഫ് പിതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, നല്ലൊരു മകനെ ജീവിത പങ്കാളിയായിട്ട് തരണമേ എന്ന്. അപ്പം നീതിമാനായ വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ നാമധേയത്തിലുള്ള വിജയനെ തന്നെ എനിക്ക് ജീവിത പങ്കാളിയായി തന്നു. അതിന് തമ്പുരാന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പിന്നെ വിജയൻ എന്നെ സഹിക്കുമല്ലായിരുന്നു. വിജയൻ എന്നെ കൂട്ടത്തിൽ എല്ലാമായിട്ട് സപ്പോർട്ടായിട്ട് ഒരു അപ്പൻ്റെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തും എൻ്റെ കുറവുകളിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം എന്നെ കൈപിടിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ നല്ല മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ചാച്ചനെ അമ്മയും വിജയൻ പറഞ്ഞതുപോലെ അവരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട അപ്പായി അമ്മച്ചിയും ഇന്നേ ദിവസം ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചായിരുന്നു, പക്ഷെ അവർക്ക് വരാൻ സാധിച്ചില്ല. പിന്നെ അപ്പായി അമ്മച്ചിനെ പ്രത്യേകമായിട്ട് അവർ ഞങ്ങളെ കരുതുന്ന സ്നേഹത്തിന്, അവരുടെ സഹനങ്ങൾക്ക്, പ്രാർത്ഥനകൾക്ക്, കരുതലിനെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഈ കൊച്ചുപറമ്പിൽ കുടുംബത്തിൽ, ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബത്തിൽ കല്യാണം കഴിച്ച് വരുവാനുള്ള ഒരു വലിയ ഭാഗ്യം കിട്ടിയതിന് തമ്പുരാന് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ റോക്ക് പില്ലറായിട്ട് വലിയേട്ടായും ചേച്ചിയും മിനി ചേച്ചി അളിയനും കൊച്ചമ്മയും അപ്പാപ്പിയും എല്ലാവരും ജോഷി എല്ലാവരും ഞങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട റോയിച്ചക്കായി, റാണി ചേച്ചി, ചേട്ടൻ തോമസൂട്ടി, ജോയ, ഇവനെല്ലാം പറഞ്ഞായിരുന്നു. ഞാനതൊന്നും കൂടെ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട റാണി ചേച്ചി, ചേട്ടൻ, കൊച്ചുമോള്, എൻ്റെ പ്രിയപ്പെട്ട വീനാമ്മ, കുഞ്ഞുവാൻ ചേട്ടൻ, അതുപോലെ ടിജോയും ഇവിടെ ഇല്ല, അവരെ ഒക്കെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ താങ്ങും തണലുമായിട്ട് എല്ലാവരും സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും എല്ലാം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്ന് ദൈവം അനുഗ്രഹിച്ചു, നല്ല 2 കുഞ്ഞുങ്ങളെ. അതും മാറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബെന്യാമൂട്ടനെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു. അപ്പാപ്പിനെയും തെക്കത്തോടുള്ള അമ്മാമ്മേനെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ബെന്യാമൂട്ടനും ജോഹാർമുട്ടനും സ്വർഗത്തിലിരുന്ന നമ്മുടെ കുടുംബത്തിലെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മാതാവിനോട് ചേർന്ന് നമുക്ക് വാരിക്കോരി തരുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. സമർപ്പിക്കുന്നു. ഈ 25 വർഷം നിങ്ങൾക്ക് വന്നിരിക്കുന്ന എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മേഖലയിലേക്കുള്ള ഇനി നിങ്ങളുടെ ജോലി കാര്യങ്ങൾ, രണ്ടുപേരുടെയും ജോലി കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നതിനും
മക്കളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുന്നതിനും വേണ്ട എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തന്ന് അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ റോയി അവിടെയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നല്ല കൂടുതൽ സന്തോഷമുണ്ട്. എനിക്കും വെഡിങ് ആനിവേഴ്സറിയുടെ എല്ലാവിധ ആശംസകളും. ഞാനില്ലെങ്കിലും നിങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, പ്രാർത്ഥിച്ചോളാം. താങ്ക് യു. ചക്കര ഉമ്മ. ചക്കര ഉമ്മ. 25ാം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഞങ്ങളുടെ എല്ലാമായ ചങ്കായ കൊച്ചേട്ടായിക്കും കൊച്ചേച്ചിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഒത്തിരി ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു. ഈ നിമിഷം ഞങ്ങൾ ശരീരം കൊണ്ട് അവിടെ ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെയാണ്. ഗൈസ്, മിസ് യു ഗൈസ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ചക്കരയുമ്മ, ഗോഡ് ബ്ലെസ് യു. ചക്കരയുമ്മ വെഡിങ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ചക്കരയുമ്മ. ആഘോഷിക്കുന്ന ഒറ്റത്തായിട്ടും കൊച്ചേച്ചിക്കും എൻ്റെ എല്ലാവിധ മംഗളാശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ചക്കരയുമ്മ. 25ാം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ബിജുങ്ങൾക്കും ബുനിയാലിക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. 50ഉം 100ഉം ആഘോഷിക്കാനുള്ള കൃപ ദൈവം നിറട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ അടിച്ചുപൊളിക്കേ. ഓക്കെ. Just 25 years of love, laughter, and to a life that you. സീരിയസ്നെസ്. അച്ചാച്ചനാണ് എന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചത്. അമ്മയാണ് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. Genuinely, I feel blessed to have you both as my parents. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലാ വീട്ടിലും എല്ലാ ഫാമിലിയിലും ഇങ്ങനെ തന്നെയായിരിക്കും എന്നായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ സ്കൂളിൽ പോകുമ്പോഴും ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് മനസ്സിലായി എല്ലാവർക്കും ഈ സെയിം സർക്കംസ്റ്റാൻസസ് അല്ല. അപ്പം ആക്ച്വലി ഐ റിയലി ഫീൽ ബ്ലെസ്ഡ് ടു ഹാവ് എ പേരൻസ് ലൈക്ക് യു ബോത്ത് ആൻഡ് ടു ഹാവ് എ ഫാമിലി. എൻ്റെ ഒരു ഗുണം കൊണ്ടും അല്ല ഞാൻ ഇവിടെ ജനിച്ചത്. പക്ഷെ എനിക്ക് ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഈ ഫോട്ടോസ് എല്ലാം ഇവരുടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ജോർജ് ബാബയുടെ ഐഡിയ ആയിരുന്നു ഇങ്ങനെ 1999 തൊട്ട് 2024 വരെയുള്ള ഓരോ എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോസ് നമ്മളിങ്ങനെ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ അത് തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത്. ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ഭയങ്കര ചെറുതായിരുന്നപ്പോൾ തൊട്ട് ഞങ്ങളെ കൊണ്ട് എല്ലാ സ്ഥലത്തും ഇവരെല്ലാവരും പോകുമായിരുന്നു. ഞങ്ങളുടെ പേരൻസ് എല്ലാം അത്ര കൊച്ചു പ്രായത്തിൽ ഞങ്ങളെ കൊണ്ട് ടൂറിന് പോകുമായിരുന്നു. പിന്നെ ലൈക്ക് ഓണം, ക്രിസ്മസ്, ബർത്ത്ഡേസ് ഇതെല്ലാം ഇവരെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നു. ഇപ്പോൾ ഞാൻ ഓർത്തത് എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കും, നീ ആയിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഞങ്ങളുടെ ഫാമിലിയിലെ മെയിൻ ആയിട്ടുള്ളൊരു തീം എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞങ്ങൾ പിള്ളേരെല്ലാവരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ കൊച്ചിനും ഒത്തിരി ഇമ്പോർട്ടൻസ് തന്നാണ് ഞങ്ങളെ എല്ലാവരെയും വളർത്തിയത്. വെൻ ഐ ലുക്ക് ബാക്ക് എനിക്കൊത്തിരി സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അതിനായിട്ട് താങ്ക്സ് ഒത്തിരി പറയാനുണ്ട്. In essence, Achachan and Amma both provided for us and nurtured for us. And then Achachan ആണെങ്കിൽ പോലും അച്ചാച്ചൻ എൻ്റെ ഓർമ്മയുള്ളിടത്തോളം കാലം അച്ചാച്ചൻ ഇവിടെ ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴേ അച്ചാച്ചൻ ഒരു ഡിസിഷൻ എടുക്കണമായിരുന്നു. അച്ചാച്ചനാണെങ്കിൽ ഷിപ്പിൽ നിൽക്കണോ അതോ അച്ചാച്ചന് തിരിച്ചിവിടെ വരണോ. അച്ചാച്ചൻ ആ ഒരു ഡിസിഷൻ ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ ആയിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണല്ലോ. പക്ഷെ അച്ചാച്ചന് ആ ഒരു ടൈമിൽ അഗെയിൻ ഫാമിലിനെ പ്രയോറിറ്റൈസ് ചെയ്തു. ഞങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തന്നു. അതൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ ഞങ്ങളിൽ ഒത്തിരി വാല്യൂസ് ഇൻസ്റ്റിൽ ചെയ്തു. ഞങ്ങളെ അന്ന് ചൂസ് ചെയ്തതിന് ആക്ച്വലി താങ്ക്സ്. അമ്മയാണെങ്കിലും
എല്ലാ കുഞ്ഞിലെ ആൽബം എല്ലാം എടുത്ത് നോക്കുമ്പോൾ അമ്മ ഞങ്ങളെ നല്ലപോലെ നോക്കി മനസ്സിലായി. എനിക്കൊരു ഓർമ്മയില്ല, അമ്മ എപ്പോഴും പറയും അമ്മയാണെങ്കിൽ നന്നായിട്ട് നോക്കിയായിരുന്നു അതായിരുന്നു. പക്ഷെ നമ്മൾ കുഞ്ഞല്ലേ, നമുക്കൊരു ഓർമ്മയൊന്നും ഇല്ലല്ലോ ഒരു വയസ്സിലെ 2 വയസ്സിൻ്റെ ഒക്കെ ടൈമിലെ നമ്മുടെ എങ്ങനെയായിരുന്നു എന്നൊക്കെ. പക്ഷേ ഇപ്പം എനിക്കറിയാം ഒരു കൊച്ചിനെ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ആ ഒരു ടൈമിലാണ്. ഏറ്റവും കൂടുതൽ കെയറും അറ്റൻഷനും എല്ലാം കിട്ടേണ്ട ടൈം അങ്ങനെയാണ്. ആ ഒരു സമയത്ത് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഒത്തിരി അറ്റൻഷനും കെയറും എല്ലാം തന്ന് അച്ചാച്ചനും അമ്മയും എല്ലാവരും നോക്കി. അതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം വെൻ വി ഗോ ഔട്ട് നമ്മൾ ഒത്തിരി ആൾക്കാരെ കാണുക, അവർക്ക് ഒത്തിരി ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും ഇല്ല, നമുക്കൊന്നും പറയാൻ പോലും ഒന്നും ഇല്ല. നമ്മൾ അതുകൊണ്ട് ഒത്തിരി ബ്ലെസ്ഡ് ആണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. Conclusion, thank you Chacha and Amme for living for us. I hope that we can repay the love that you have showered to us in any shape or any format. Hands down, you guys have been the best parents ever. I love you so much and thank God every day for giving me such amazing parents. Yeah. ആക്ച്വലി ഞാനൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴയൊക്കെ ഇല്ല. അതിനിപ്പോ ബെനഡിക്റ്റിന്റെ വിഷ് വേണോ വേണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇന്നലെ വൈകിട്ട് ഹന്നാമോളുടെ റൂമിൽ ചെന്നായിരുന്നു. എന്നിട്ട് എന്നെ പറയണേന്ന് അറിയത്തില്ല. എന്നിട്ട് ഞാൻ ഇച്ചിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാമാണ് പകുതി ഇവള് പറഞ്ഞത്. എൻ്റെ പകുതി ഇവള് കോപ്പി അടിച്ചു. പക്ഷെ എന്നാലും എൻ്റെ ഇച്ചിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായി തന്നെ നമ്മൾ ഈ ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും സ്വപ്നമുണ്ട്. അവർക്ക് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ഒരു മാതാപിതാക്കളെയാണ് എനിക്ക് കിട്ടിയത്. എല്ലാവർക്കും എന്നാ പറഞ്ഞാലും എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട് അവരുടെ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ വേണം. എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ എൻ്റെ അച്ചാച്ചനും അമ്മയും അത് തന്നെയാണ് എല്ലാം കൊണ്ട്. പിന്നെ ഞാൻ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ഇത്ര നല്ല അച്ചാച്ചനും അമ്മേനെയും കിട്ടിയത്. കാരണം പിന്നെ ഇപ്പം ഞാൻ ഇവിടെ തന്നെ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പം എനിക്ക് 3 വർഷം കൂടെ ഉണ്ട്. 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ അറിയത്തില്ല. ഓരോ ദിവസവും അച്ചാച്ചനും അമ്മയും ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പം എന്നെ ചെയ്യേണ്ടതൊന്നും അറിയത്തില്ല. കാരണം രാവിലെ തൊട്ട് ഇപ്പം എൻ്റെ എല്ലാം ഇവരാണ്. കാരണം ഒരു സാധനം ഇപ്പം അലമാരിന്നാണെ കാണാതെ പോയാലും ഞാൻ ഒരു 10 വട്ടം തപ്പിയാലും അമ്മ വന്നതൊന്ന് തപ്പി എടുത്ത് തന്നാലേ അത് കാണത്തുള്ളൂ. അത് ഉറപ്പാണ്. അപ്പച്ചിൻ്റെ കാര്യം പറയാം. പിന്നെ അച്ചാച്ചൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്തൊക്കെ പ്രശ്നം വരുവാണേലും അതിപ്പോൾ ഏറ്റവും വലുതാണേലും ഏറ്റവും കുഞ്ഞതാണേലും എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന അച്ചാച്ചനെ വിളിക്കാനാണ്. കാരണം അച്ചാച്ചനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് എനിക്കൊരു കറക്റ്റ് സൊല്യൂഷൻ അച്ചാച്ചൻ പറഞ്ഞു തരുമെന്ന്. അതുകൊണ്ട് ഞാൻ അതിന് വലിയ നല്ലൊരു സന്തോഷമാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും കാര്യം അച്ചാച്ചനും അമ്മയും തന്ന ഇവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇവരാണ് എന്നെ ഇത്ര നല്ലതായിട്ട് വളർത്തിയെടുത്ത് എൻ്റെ നല്ല സ്വഭാവം എല്ലാം കാരണം അച്ചാച്ചനും അമ്മയും മാത്രമാണ്. പിന്നെ ഒത്തിരി ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ അച്ചാച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. കാരണം ഏറ്റവും മെയിൻ കാരണം അച്ചാച്ചനാണ്. കാരണം അച്ചാച്ചന് ഈ
വീട്ടുകാരിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോൾ ഒരു വരും, ഒരു ബർത്ത്ഡേ ആണെങ്കിൽ പോലും അച്ചാച്ചൻ അത് ഏറ്റവും ഭംഗിയാക്കണം, ഏതെങ്കിലും രീതിയിൽ ഏറ്റവും നല്ലോണം ആക്കണം, ഏറ്റവും ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. അതിനുവേണ്ടി എന്തോരം വേണമെങ്കിലും കഷ്ടപ്പെടുന്ന ഒരാളാണ് അച്ചാച്ചൻ. ഇങ്ങനെ എല്ലാ പരിപാടിക്കും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പുതിയ ഐഡിയ ഒക്കെ ആയിട്ട് വരുമ്പോൾ അതിന് 100% സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമ്മയും കാണും അതിൻ്റെ കൂടെ. അപ്പോൾ മൊത്തത്തിൽ ഇവരുടെ കോമ്പിനേഷൻ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യമുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ മഴ ആയതുകൊണ്ട് മാത്രം ഞാൻ ദൈവത്തിനോട് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അമ്മ കേട്ടു. പണ്ടത്തെ പാട്ടുറങ്ങും ഒരു മൺവീണയാണെന്റെ മാനസം. അന്നെന്നിൽ പൂവണിഞ്ഞ മൃദു സല്ലാപമല്ലോ നിൻ എന്നോടിന്നും മിണ്ടാത്തതെന്താണ്? പൊന്നാമ്പൽ പുഴയിറങ്ങി നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകാൽ എൻ മുന്നിൽ മിന്നി വന്ന കവിത. നക്ഷത്രപക്ഷി വെണ്ണക്കല്ലിൽ നിന്നെ കുത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്രപക്ഷി.